സ്റ്റാർ ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു മുട്ടയും തക്കാളിയും സവോളയും കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനായി ഒരു പാത്രത്തിൽ ഒരു മുട്ട, ഒരു തക്കാളി, ഒരു സവോള എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതിന് ശേഷം കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പും ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കുക. ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചത് നമ്മൾ വേറൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനിച്ചട്ടി സ്റ്റൗവിൽ വെച്ചതിന് ശേഷം തക്കാളിയും സവോളയും കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഒന്ന് തീയിൽ വേവിച്ചെടുക്കാം. കുറച്ച് സമയം നമുക്ക് മൂടി വെക്കാം. തക്കാളിയും സവോളയും നല്ലവണ്ണം അരിഞ്ഞു വന്നതിന് ശേഷം അതെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ലേശം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഈ പൊട്ടിച്ച് വെച്ചിരുന്ന മുട്ടയും കൂടി നമുക്ക് ഒഴിച്ച് ഫ്ലെയിം ഇച്ചിരി കൂട്ടി കൊടുക്കാം. ഈ സമയത്ത് ആവശ്യമെങ്കിൽ നമുക്ക് ലേശം മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഉപ്പ് ആവശ്യത്തിന് ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം മുട്ട നല്ല വറുത്ത് ഒരു പരുവത്തിന് എത്തണം. അതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ മുട്ടയും തക്കാളിയും സവോളയും ഇട്ട റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാവുന്നതാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്